നമസ്കാരം. ഇതേ ടാറ്റയുടെ ആൾട്രോസ് ആണേ. ഇതിൻ്റെ ഫേസ് ലിഫ്റ്റ് വന്ന സമയത്ത് നമ്മളിത് ഓടിച്ച് ഡീസലും സി എൻ ജി ആണ്. അപ്പോൾ പെട്രോൾ വണ്ടി ഓടിക്കാൻ കിട്ടില്ല, അത് രണ്ടും മാനുവലായിരുന്നു. എന്നാൽ ഡി സി ഒന്ന് ഓടിക്കണം എന്ന് പറഞ്ഞിട്ട് ടാറ്റ മോട്ടോഴ്സിനോട് ഞാൻ ആൾട്രോസ് ചോദിച്ചായിരുന്നു. ഒരു ലോങ് ഡ്രൈവ് ഒക്കെ പോകണമെന്ന് വിചാരിച്ചാൽ, പക്ഷേ ചില സാങ്കേതിക കാരണങ്ങൾ ടി വി എസിൻ്റെ റൈഡ് വന്നു, അതുകൊണ്ട് ലോങ് ഡ്രൈവ് ഒന്നും പോകാൻ പറ്റില്ല. എന്നാലും പോകേണ്ട കാര്യമില്ല, കാരണം എഞ്ചിൻ മാറിയിട്ടില്ലല്ലോ. ശരി, ഈ വണ്ടി എന്താണ് ഇതിൻ്റെ കുറച്ച് ഗുണങ്ങൾ, എന്താണ് ദോഷങ്ങൾ, അത് ഞാൻ പറയാം. അതായത് ബേസിക്കലി ഈ പുതിയ ഫേസ് ലിഫ്റ്റിന് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളും പറയാം. വണ്ടി പ്രാന്തൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരും. ടാറ്റ ആൾട്രോസിന് കുറേ പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ ഡീസൽ വണ്ടി ഏക ഹാച്ച് ബാക്ക് എന്ന് പറയുന്നത് ആൾട്രോസാണ്. പിന്നെ AMTകളുടെ ലോകത്ത് ഒരു DC ഉള്ള വണ്ടി എന്ന് പറയുന്നത് ആൾട്രോസാണ്. ഇപ്പോൾ ഫേസ് ലിഫ്റ്റ് കിട്ടിയപ്പോൾ രൂപം ശരിക്കും മാറി. അപ്പോൾ മാറിയപ്പോൾ ഇതൊന്നുകൂടി മെച്യൂർഡായിട്ട് രൂപമായിട്ട് മാറിയെന്നൊക്കെ തോന്നുന്നത്. എന്തായാലും ആദ്യം ഞാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിലേക്ക് പറഞ്ഞുകൊണ്ട് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിലേക്ക് വരാം. അതിലൊന്നെന്ന് പറയുന്നത് ഈ വണ്ടിയുടെ എഞ്ചിനാട്ടോ. ഒട്ടും ഇമ്പ്രസീവ് അല്ലാത്തൊരു എഞ്ചിനാണെന്നുള്ളത് ടാറ്റ ആൾട്രോസ് വന്ന അന്ന് മുതലേക്ക് പരാതിയാണ്. ഈ 1.2 എന്ന് പറയുന്നത് അത്ര എക്സൈറ്റിംഗ് അല്ല. ഓക്കെ, ഇവരുടെ ഐ-ടർബോ കുറച്ചും കൂടി എക്സൈറ്റിംഗ് ആയിരുന്നു, അതിപ്പില്ല. റേസർ കുറച്ചും കൂടി എക്സൈറ്റിംഗ് ആയിരുന്നു, അതിപ്പില്ല. ഇപ്പോൾ ഇവർ ഈ 1.2 ആണ് പെട്രോളിന് കൊടുത്തത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ചോയ്സ് ഏതാണെന്ന് ആൾട്രോസിൻ്റെ ചോദിച്ചാൽ ഞാൻ പറയും അത് 1.5 ഡീസലാണെന്നുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് പറയാനുള്ളത്, അത്ര ഇമ്പ്രസീവ് അല്ലാത്തൊരു കാര്യമായിട്ട് പറയാനുള്ളത്, ഇതിൻ്റെ 3 സിലിണ്ടർ 1.2 എഞ്ചിനാണ്. വിത്ത് സൈസ് ആൻഡ് വെയിറ്റ് ആ എഞ്ചിൻ പോരാ ഈ വണ്ടിക്ക് എന്നുള്ള കേട്ടോ. അത് ടാറ്റ മോട്ടോഴ്സ് മനസ്സിലാക്കിയിട്ടില്ല ഇതുവരെ, മനസ്സിലാക്കുമായിരിക്കും. രണ്ടാമത്തെ ഒരു പരാതി എന്ന് പറയുന്നത് ബിൽഡ് ക്വാളിറ്റിയാണ്. ഓക്കെ, ബിൽഡ് ക്വാളിറ്റിയും രണ്ടാണ്. ഇപ്പോൾ നമ്മൾ ഈ ഡോർ തുറന്ന് അടയ്ക്കുമ്പോൾ ഈ സൗണ്ടൊക്കെ കേൾക്കുമല്ലോ, ഇതൊക്കെ ഇതിൻ്റെ ബിൽഡായിട്ടാണ് പറയുക. സ്ട്രോങ് ആണ്, 5 സ്റ്റാർ സേഫ്റ്റിയാണ്. പക്ഷേ ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പാനൽ ഗ്യാപ്പുകളും ഈ ഹെഡ്ലാമ്പിൻ്റെ ഗ്രില്ലിന് ചേർന്ന് നിൽക്കുന്ന ഭാഗത്തെ ആ ഒരു ഗ്യാപ്പും എല്ലാം കൊടുത്താൽ, അപ്പോൾ ഒരു ഇത്തിരി കുറവുകൾ നമ്മളിതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയിൽ കാണാറുണ്ട്. അത് ടാറ്റ മോട്ടോഴ്സ് ഇമ്പ്രൂവ് ആയി വരുന്നൊരു കാര്യമാണ്. അത് ആൾട്രോസിൽ കുറേയൊക്കെ ഇമ്പ്രൂവ് ആയി, എന്നാലും കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവാനുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെയുള്ളതൊരു പരാതിയല്ല, ഒരു സജഷനാണ് എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇവിടെ ഡ്രമ്മിന് പകരം ഡിസ്ക് ബ്രേക്ക് ആയിരുന്നെങ്കിൽ എനിക്ക് തോന്നാറുണ്ട്. ആ ഒരു കാര്യം എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഡീസൽ വണ്ടി അല്ലെങ്കിൽ പെട്രോൾ വണ്ടി അല്ലെങ്കിൽ ഹാച്ച് ബാക്കുള്ള ഒരു ഹോട്ട് ഹാച്ചായിട്ട് നിൽക്കുന്ന വണ്ടികളൊന്ന് എന്നുള്ള നിലയ്ക്കൊക്കെ 4 വീല് ഡിസ്ക് ബ്രേക്കുകൾ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് എന്നുള്ളതാണ്. ഈ വണ്ടിയുടെ DCA അഥവാ ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് എന്ന് പറയുന്ന ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് സെൽഫ് ലേണിംഗ് ആണ്. അതിന് കുറേയധികം പ്രത്യേകത ടാറ്റ മോട്ടോഴ്സ് പറയുന്നുണ്ട്. സ്റ്റിൽ അത് DCT പോലെ അല്ലെങ്കിൽ DST പോലെ അത്ര ക്യുക്കല്ല എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ഒരു പരാതിയായിട്ട് പറയാം. പരാതിയല്ല, ഒരു കുറവായിട്ട് പറയാം. സ്റ്റിൽ AMTകളുടെ ലോകത്ത് കുറച്ചുകൂടി മികച്ച ഒരു ഗിയർ ബോക്സ് ആയിട്ട് DCA കാണാം. ഈ DCA ഡീസലുമായിട്ട് മേറ്റിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും അത് ആൾട്രോസ് നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെ വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഡീസലിന് ഓട്ടോമാറ്റിക് ഇല്ല എന്നുള്ളത് ഇന്നും ഒരു പരാതിയാണ്. നമ്മൾ ഡീസൽ വണ്ടി വാങ്ങുന്നത് എന്തിനാണ്? മൈലേജിന് വേണ്ടിയിട്ടാണ്. ആ ഫ്യൂൽ എഫിഷ്യൻസി ഉള്ള ആ ഫണ്ണുള്ള വണ്ടിക്ക് കുറച്ചുകൂടി ഒരു എഫർട്ട്ലെസ് ആയിട്ട് ഓടിക്കാൻ പറ്റിയ നല്ലതല്ലേ. ഇതിൻ്റെ ഡീസലിന് ഓട്ടോമാറ്റിക് ഉണ്ടെങ്കിൽ ഇത് ചൂടപ്പം മല വിറ്റ് പോകുമായിരുന്നു. അതായത് ഒരു ഹാച്ച് ബാക്ക് വാങ്ങാൻ പോകുന്ന ആൾക്ക് ഒരു ഡീസൽ ഓട്ടോമാറ്റിക് അവൈലബിൾ ആണെന്ന് വയ്ക്കുക, ആ വണ്ടിയുടെ മാർക്കറ്റ് എന്ന് പറയുന്നത് റോക്കറ്റ് പോലെ ഉയർന്നു പോകും, അറിയാലോ. അതുകൊണ്ട് തന്നെ ഡീസലിന് ഓട്ടോമാറ്റിക് കൊടുത്തില്ല എന്നുള്ളതും ടാറ്റ മോട്ടോഴ്സ് ചെയ്ത ഒരു വലിയ ഒരു മിസ്റ്റേക്കാണ് ഈ വണ്ടിയുടെ ഫേസ് ലിഫ്റ്റിൽ. അതുകൂടി ഒന്ന് പരിഗണിക്കാമായിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. ഇനി ഇഷ്ടങ്ങളിലേക്ക് വന്ന ഇതിൻ്റെ ഫ്രണ്ട് ഫേഷ്യ വിത്ത് പിയാനോ ബ്ലാക്ക് ഗ്രില്ലും ഈ ഹെഡ്ലാമ്പ് LED ഹെഡ്ലാമ്പ് കോമ്പിനേഷനും ഇവിടെ കൊടുത്ത എയർ കട്ടണും ഈ ചെറിയ ക്യൂബിക് ആയിട്ടുള്ള കുഞ്ഞ് ക്യൂബുള്ള ഫോഗ് ലാമ്പും ഈ എഡാം ഡിസൈനും ഈ താഴെ കൊടുത്ത എലമെൻ്റ് എല്ലാം കൂടിയിട്ട് ഈ മുൻവശം എനിക്ക് തീർത്തും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്, കൗതുകമുണ്ട്. പിന്നെ ബോണറ്റിൻ്റെ ഒരു കാര്യം നമ്മൾ അന്ന് മുതലേ കാണുന്നതാണ്. ഈ ക്രീസിയും കട്ടിങ് പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ വലിയ പീസും വൈപ്പേഴ്സ് ബ്ലേഡിൻ്റെ ഒരു ഭംഗിയൊക്കെ ഇതിൻ്റെ അഴകുകളായിട്ട് കാണാം. ഇപ്പോൾ ആൾട്രോസിന് സൺറൂഫ് ഉണ്ട്. ഓക്കെ, അതൊരു സിംഗിൾ പാനൽ സൺറൂഫാണ്, എന്നാലും മോൾ ഭാഗം ബ്ലാക്കാണ്. സൺറൂഫ് ഉണ്ട്, ഷാർക്ക് ഫിൻ ആനുണ്ട് എന്നുള്ളതൊക്കെ ഇതിൻ്റെ ഭംഗിയുള്ള കാര്യങ്ങളായിട്ട് കാണാം. അങ്ങനെ നോക്കിയാൽ ഇതിൻ്റെ രൂപം എന്ന് പറയുന്നത് എനിക്കിഷ്ടമാണ്, അത് പ്രത്യേകിച്ചും മുൻവശത്തുനിന്ന്. ഈ സൈഡ് പ്രൊഫൈൽ എന്ന് പറയുന്നത് ഉടച്ചു വാർത്തുകൊണ്ടാണ് ഫേസ് ലിഫ്റ്റ് വന്നത്. സ്റ്റിൽ അവർ ഈ ഡോർ ഹാൻഡിൽ ഇവിടെ തന്നെ കീപ്പ് ചെയ്തു. ഇവിടുത്തെ ഡോർ ഹാൻഡിൽ എന്ന് പറയുന്നത് ഈ പോപ്പ് ചെയ്യുന്ന ഡോർ ഹാൻഡിലാണ്. ഈ പാനലിന് വ്യത്യാസമുണ്ട്, എന്നാലും ഈ ബ്ലാക്ക് ഫിനിഷും ഈ ഡോറിൻ്റെ ഈ ഒരു ഡിസൈൻ പാനലുകളെല്ലാം കൂടി ചേർന്നിട്ട് ക്ലീൻ ആയിട്ടുള്ള ഒരു ഡിസൈൻ ഇവിടെ കൊടുക്കാൻ പറ്റിയെന്നുള്ളത് ടാറ്റ മോട്ടോഴ്സിൻ്റെ ആൾട്രോസിൻ്റെ ഗുണമായിട്ട് കാണാം. അതുപോലെ ഈ റാപ്പ് അറൗണ്ട് ആയിട്ടുള്ള ടെയിൽ ലാമ്പ് വന്ന് നിൽക്കുന്നതും ഇവിടെ കൊടുത്ത ഈ ഒരു ചെറിയ ബോഡി ലൈനും എല്ലാം ഇതിൻ്റെ ഭംഗി കൂടുന്നുണ്ട്. അതുവഴി ഈ ഒരു ഫ്യൂവൽ ക്യാപ്പിലേക്ക് ഏറ്റിട്ടുണ്ടോ, അതൊക്കെ ഭംഗിയുണ്ട്. അതുപോലെ പിന്നിലും വലിയ മാറ്റങ്ങളില്ലെങ്കിലും ഉള്ള മാറ്റങ്ങളൊക്കെയും ആകർഷകമാണ് എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ പറയേണ്ട ഒരു കാര്യം ഇതിൻ്റെ ബൂട്ടാണ്.
ഇതിൻ്റെ ബൂട്ടിൽ നല്ല സ്പേസ് ഉണ്ട്. ഇപ്പോൾ DCA എന്ന് പറയുന്ന മോഡലിൻ്റെ കാര്യം വിട്ടേക്കൂ. CNGക്ക് അവർ കൊടുത്തേക്കുന്ന ടാങ്കുകൾ എന്ന് പറയുന്ന താഴത്താണ് ഇതിനൊരു സ്പെയർ വീലൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്പെയർ വീലുകൾ ഇല്ലാത്ത കാലമായിട്ട് മാറുകയാണെങ്കിലും ഇവിടെ സ്റ്റീലായിട്ടൊരു സ്പെയർ വീല് കൊടുത്തു എന്നുള്ളതും ടാറ്റ ആൾട്രോസിൻ്റെ കാര്യമായിട്ട് കാണാം. പിന്നെ ഇവിടെ 60-40 സ്പ്ലിറ്റ് അല്ല ഈ സീറ്റ് എന്നുള്ളതും പരാതി കാരണമാകുന്ന കാര്യമാണ്. വേണമെങ്കിൽ ഒരു കുറവായിട്ട് കാണാം. സ്റ്റിൽ ഈ സീറ്റ് മുഴുവനായിട്ട് മടക്കുക എന്നുള്ളത് ആ പരാതി ഒരു പരിധി വരെ മാറ്റുന്നുണ്ട്. ഇതിന് വലിയൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്, അതും നല്ല കാര്യമായിട്ട് കാണാവുന്ന കാര്യമാണ്. ഓക്കെ, ഞാനിതിൻ്റെ ഫാക്ട് ആൻഡ് ഫിഗേഴ്സ് നമ്പേഴ്സായിട്ട് പറയാത്ത അതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണല്ലോ. മറ്റ് വണ്ടികളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഹാച്ച് ബാക്കുകളിൽ ഈ വണ്ടിയുടെ ലെഗ് റൂമും ഹെഡ് റൂമും നീ റൂമും നല്ലതാണ്. ബാക്ക് സീറ്റിൽ ഇവിടെ 2 പേർക്ക് സുഖമായിട്ടും മൂന്നാമത്തെ ആൾക്ക് കഷ്ടിച്ച് മിരിക്കുക എന്നുള്ളത് ഗുണം തന്നെയാണ്. നല്ല ഫാബ്രിക് സീറ്റാണ്. ഓക്കെ, കളർ നോക്കണ്ട, ചളി പിടിക്കും. ഇവർ സീറ്റ് സ്കൂപ്പ് ചെയ്തും സീറ്റിൻ്റെ ബാക്ക് പോക്കറ്റ് കൊടുത്തും ഇവിടെ AC വെൻ്റെ കൂടെ പോർട്ട് കൊടുത്തും ഒക്കെ നല്ല കാര്യങ്ങളാണ്. ഇവിടെ ഹെഡ് റൂം ഉണ്ട്. ഹെഡ് റൂം തലമുട്ടുന്നില്ല. 2 ഹെഡ് റെസ്റ്റുകളും ഒരു ആം റെസ്റ്റും വിത്ത് കപ്പ് ഹോൾഡും കൊടുത്തും ഇതിൻ്റെ ബാക്ക് സീറ്റിൻ്റെ കാര്യമായിട്ട് കാണാം. പിന്നെ ടാറ്റ മോട്ടോഴ്സ് പറയുന്നൊരു കാര്യമാണ് സൗണ്ട് ക്വാളിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ കാര്യമായിട്ട് അവിടെ സ്പീക്കർ ഉണ്ട്. ആ ഡോറിന് വലിയ പോക്കറ്റുകളുണ്ട്. അപ്പോൾ ഞാൻ പറയുന്ന കാര്യം എന്ന് പറയുന്നത് പ്രാക്ടിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ബോട്ടിൽ ഹോൾഡറുകളും ഇഷ്ടംപോലെ കപ്പ് ഹോൾഡറുകളും ഇഷ്ടംപോലെ സ്റ്റോറേജ് സ്പേസും ഉണ്ട് എന്നുള്ളത് ടാറ്റ ആൾട്രോസിൻ്റെ മികച്ചൊരു കാര്യമാണ് എന്നുള്ളത് പറയേണ്ടതാണ്. സംഭവം എനിക്ക് ഡിജിറ്റൽ ക്ലസ്റ്ററിനോട് വലിയ പിടിയൊന്നുമില്ല. എനിക്ക് 2 അനലോഗ് മീറ്റർ ഇഷ്ടം. പക്ഷേ ഇവർ ടാറ്റ മോട്ടോഴ്സിൻ്റെ എല്ലാ വണ്ടിയും യൂണിഫോമിറ്റി കൊടുക്കാൻ വേണ്ടി കൊടുത്തിട്ടുള്ള ഡിസൈൻ പാറ്റേൺ ഉണ്ടല്ലോ, അതായത് സ്ക്രീൻ ആണെങ്കിലും അതല്ല ക്ലസ്റ്റർ ആണെങ്കിലും എല്ലാം ആ പാറ്റേണും തീമൊക്കെ നല്ലതാണ്. റെസ്പോൺസീവാണ്, ഇൻഡ്യൂറ്റീവ് ആയിട്ടുള്ള സ്ക്രീനാണ്. ഓക്കെ, ഇതൊക്കെ ഗുണമായിട്ട് കാണാം. എയർ ക്വാളിറ്റി ഇൻഡെക്സ് പോലുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട്. ഇവിടെ അതിനകത്ത് നമുക്ക് മാപ്പ് ഡിസ്പ്ലേക്കുള്ള കാര്യങ്ങളൊക്കെ കാണാം. ഡാഷ്ബോർഡ് അവർ ഉടച്ച് വാർത്തിട്ടില്ലെങ്കിലും ചെയ്ത പണികളൊക്കെ മികച്ചായിട്ടുണ്ട്. കാരണം കുറേ എലമെൻറ്റുകൾ വെച്ച് കുറേ ഗ്രാഫിക്സ് ഒക്കെ ചെയ്ത് ആംബിയൻ ലൈറ്റൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവരിത് ചെയ്തത് മികച്ചൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതായത് ഇവർ ചെയ്ത ഡാഷ്ബോർഡ് മോഡിഫിക്കേഷൻ ആളുകൾ അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന വിധത്തിലാണെന്നത് ടാറ്റ മോട്ടോഴ്സിൻ്റെ ആൾട്രോസിൻ്റെ ഒരു ഗുണമുള്ള കാര്യമായിട്ട് കാണാം. ഈ സ്റ്റിയറിംഗ് വീല് എല്ലാ വണ്ടിയിലും ഞാൻ പറയുന്നതാണ്. ഈ സ്റ്റിയറിംഗ് വീലിൻ്റെ ഡിസൈൻ എനിക്ക് അത്ര പ്രിയമൊന്നുമല്ല. ഇത് കുറച്ച് എന്തൂസിയാസ്റ്റിക് ആയിട്ട് ഓടിക്കുന്ന വണ്ടിയാണെന്ന് കരുതുക. അപ്പോൾ ഡീസൽ ഫോർ എക്സാമ്പിൾ. അപ്പോൾ നമ്മുടെ കൈ ഇതിൻ്റെ സ്വിച്ചുകളുമായിട്ട് ഇൻ്റർഫിയർ ചെയ്യും. അതൊരു പ്രശ്നമാണ്. എന്നാലും പാഡ് ഷിഫ്റ്റേഴ്സുള്ള ഈ DCA ഉപയോഗിക്കാൻ എളുപ്പമാണ് എന്നുള്ളതാണ്. ഈ മുൻസീറ്റിലെ ഇരിപ്പും സുഖകരാട്ടോ. അതായത് നമ്മൾ ഇരിക്കുന്നത് ഒരു വലിയ കാറിലാണെന്നുള്ള ഫീൽ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. അതൊരു ഗുണമായിട്ട് കാണാവുന്ന കാര്യമാണ്. പിന്നെ ഈ സീറ്റിനും അത്യാവശ്യം തൈ സപ്പോർട്ടൊക്കെ കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു പുതിയ ഫേസ് ലിഫ്റ്റിൽ നമ്മളിരിക്കുന്ന ഫാബ്രിക് സീറ്റുകളുടെ ഡിസൈൻ കൊള്ളാം. ഫാൻ സ്പീഡ് കുറച്ച് കുറക്കട്ടെ കേട്ടോ. 4 നല്ല സൗണ്ട്. ഓക്കെ, പിന്നെ ഇതിൻ്റെ നീ റൂമും അല്ലെങ്കിൽ ലെഗ് റൂമൊക്കെ നല്ലതാണ്. ഇവിടെ ടിൽറ്റ് ഉണ്ട് സ്റ്റിയറിങ്ങിന്, അതൊക്കെ ഗുണമുള്ള കാര്യമാണ്. പക്ഷേ ഒരു റീച്ച് ഫീച്ചർ കൂടി കൊടുക്കേണ്ടതായിരുന്നു തോന്നി. ഓക്കെ, പ്രീമിയം ഹാച്ച് ബാക്കിലേക്ക് വരുമ്പോൾ നമുക്കെല്ലാം വേണമല്ലോ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്ന് പറയുന്നത് AC പാനലാണ്. കാണാൻ സംഭവം കിടുവാണ്, പക്ഷേ നമ്മുടെ കയ്യിൽ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ യൂസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ AC പാനൽ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണുന്ന സ്ക്രീനിലാണ്, ഇവിടെ ഡിസ്പ്ലേ ഇല്ല എന്നുള്ളതുണ്ട്. പക്ഷേ ഇതിൻ്റെ ഡിസൈൻ എലമെൻറ്റുകളും പാറ്റേണൊക്കെ നല്ലതാണ്. ഈ അലുമിനിയം ഫിനിഷും ഈ പിയാനോ ബ്ലാക്ക് ഫിനിഷൊക്കെ നല്ലതാണ്. സ്റ്റിൽ ഇതിൻ്റെ അകത്ത് ഡിസ്പ്ലേ ഇല്ല എന്നുള്ളതും ഇതിൻ്റെ കാര്യങ്ങൾ മുകളിലാണ് കാണുന്നത് എന്നുള്ളതും ഈ ടച്ച് കൺട്രോൾസ് യൂസ് ചെയ്യാൻ അത്ര ഈസി അല്ല എന്നുള്ളതൊക്കെ ഒരു പരാതിയായിട്ട് പറയാവുന്ന കാര്യമാണ്. അതിൻ്റെ കൂടെ ആ ടച്ച് പാനലിൽ തന്നെയാണ് ആ ഒരു ഫോഗ് ലാമ്പും സ്വിച്ചും കൊടുത്തേക്കുന്നത്. ഇവിടെ എക്സ്പ്രസ് AC കൂളിംഗ് ഉണ്ട്. അതൊരു നല്ല ഫീച്ചറാണ്. അതെങ്ങനെ വർക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇവിടെ പ്രസ് ചെയ്യുമ്പോൾ ഗ്ലാസ് അങ്ങ് താന്നു പോവും. ഈ ഗ്ലാസ് താന്നു പോയിട്ട് കുറച്ച് കഴിഞ്ഞ് കാറ്റൊക്കെ വന്നു കഴിയുമ്പോൾ എക്സ്പ്രസ് കൂളിംഗ് ഓഫ് ചെയ്യുമ്പോൾ വണ്ടി സ്വയമല്ല ഗ്ലാസ് അടയ്ക്കുക. വണ്ടി നമ്മളോട് പറയും റോൾ അപ്പ് ദ വിൻഡോ ഇഫ് ഡൗൺ. അപ്പോൾ വേണമെങ്കിൽ നമ്മളായിട്ട് പോയിട്ട് അടച്ചോളണം. ഈ വണ്ടിക്ക് ഓട്ടോ ഡൗൺ ഫീച്ചറും ഓട്ടോ അപ്പ് ഫീച്ചറുള്ള വിൻഡോ ആണത്. അപ്പോൾ എക്സ്പ്രസ് കൂൾ ഓഫ് ചെയ്യുമ്പോൾ ഇത് പൊങ്ങിക്കൂടി പോയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നി. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം സ്മോൾ യെറ്റ് സിഗ്നിഫിക്കൻറ്റ് തിങ്സ് എന്ന് പറയുന്ന കാര്യങ്ങളാണ്. ഫോർ എക്സാമ്പിൾ ഒരു 360 ക്യാമറ കൊടുത്ത് അത്യാവശ്യം നല്ല ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. 3D ആണ് ക്യാമറ. അത്യാവശ്യം കാര്യങ്ങൾ കാണാം. അപ്പോൾ അവിടെ ബ്ലാക്ക് കാണുന്നത് ആ ഡോർ ഓപ്പൺ ആയതുകൊണ്ടാണ്. പിന്നെ ഈ സീറ്റ് ബെൽറ്റിന് ഒരു ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ കൊടുത്തു, നല്ല കാര്യമായിട്ട് തോന്നി. ഇവിടെ മിറർ കൊടുത്തിട്ടില്ല, പക്ഷേ ഇവിടെ ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. മിറർ മാത്രമേ ഉള്ളൂ, ലൈറ്റൊന്നും കാണില്ല. പിന്നെ ഹാൻഡിലുകളൊക്കെ അതുപോലെ ഈ ഹെഡ് ലൈനറൊക്കെ നല്ലതാണ്. ഇവിടെ ഓട്ടോ ഡിമിങ് അല്ലെങ്കിൽ കൂടി നമുക്ക് മാനുവൽ ഡിമിങ് എന്നൊരു മിറർ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കാര്യങ്ങളാണ്. അപ്പോൾ ഈ സീറ്റിൻ്റെ കളറൊക്കെ തന്നെയും ഒരു വൈറ്റിഷ് അല്ലെങ്കിൽ ഒരു ബീജാണെങ്കിൽ ഇവിടെ വരുന്ന ഈ സീറ്റ് ബെൽറ്റിൻ്റെ കളർ ബ്ലാക്ക് ആണ്. ഈ സീറ്റ് ബെൽറ്റ് ലൈറ്റ് കളർ ആയിരുന്നെങ്കിൽ ഇതിൽ പിടിക്കുന്ന ചളിയുടെ കണക്ക് നിങ്ങൾക്ക് ഓർക്കാൻ പറ്റില്ലല്ലോ, അത്ര ചളി ഉണ്ടാവില്ലേ. ഓക്കെ, പിന്നെ ഈ തൊപ്പി പോലെ കൊടുത്ത ഭാഗം ചെയ്തിൻ്റെ സ്റ്റിച്ച് ഒക്കെ കൗതുകം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഏറെക്കുറെ ഒരു ഫീൽ ഗുഡ് ഹാച്ച് ബാക്കാണ് ആൾട്രോസ് എന്ന് പറയാം. അതിപ്പോൾ DCA ഓട്ടോമാറ്റിക് വേണമെങ്കിൽ വാങ്ങാവുന്ന കാര്യമാണ്. ഇത് 1.2 പെട്രോളാണ് എന്നേ ഉള്ളൂ. ഓക്കെ,
ടാറ്റ ആൾട്രോസ് ഒരു നല്ല ഹാച്ച് ബാക്കാണ്, സംശയമൊന്നും വേണ്ട. ഇപ്പോൾ ഡീസലിന് വേണമെങ്കിൽ ഡീസൽ, CNG വേണമെങ്കിൽ CNG, പെട്രോൾ വേണമെങ്കിൽ പെട്രോൾ, ഓട്ടോമാറ്റിക് വേണമെങ്കിൽ DC. ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. 10 ലക്ഷം രൂപ താഴെ കിട്ടുന്ന ഡീസൽ മോഡലാണ് എൻ്റെ ഫേവറേറ്റ് എന്നിരുന്നാൽ കൂടി എഫേർട്ട് ഇല്ലാണ്ട് ഓടിക്കണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയ വണ്ടി എന്ന് പറയുന്നത് DC-യാണ്. DCക്ക് ഒരു ഇത്തിരി പവറിൻ്റെ കുറവുണ്ടെങ്കിലും ഫ്യൂൽ എഫിഷ്യൻ്റാണ്. 12 മുതൽ 15 വരെ കിലോമീറ്ററൊക്കെ നമുക്ക് ഫ്യൂൽ എഫിഷ്യൻസി റിയൽ ലൈഫിൽ കിട്ടുന്നുണ്ട്. അതിലും ഡീസലാണ് മുന്നിട്ട് നിൽക്കുന്നത്. പവറിലും അല്ലെങ്കിൽ മൈലേജിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ നിന്ന് ഡീസലാണ്, അല്ലെങ്കിൽ CNG. ഓക്കെ, ഒബ്വിയസ്ലി ഈ വണ്ടി ഒരു ഫീൽ ഗുഡ് ഹാച്ച് ബാക്ക് ആണെന്നുള്ളത് നമ്മൾ ഓടിച്ച് അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ചറിഞ്ഞ കാര്യമാണ്. അതിപ്പോൾ ഒരു ലോങ് ടൈം ആയിട്ട് നമ്മുടെ കയ്യിൽ വന്നപ്പോഴും അതിൽ മാറ്റമൊന്നുമില്ല. അപ്പോൾ ഹാച്ച് ബാക്കുകൾ എന്ന് പറയുന്ന വണ്ടികൾ എന്ന് പറയുന്നത് ഡീസൽ ഇല്ലാണ്ടായി തുടങ്ങിയിരിക്കുകയാണ്. ഇല്ല, ഇപ്പോൾ അധികമില്ല. പിന്നെ ആളുകളൊക്കെ കോമ്പാക്ട് SUV-യിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. ബേസ് വണ്ടി അല്ലെങ്കിൽ സാധാ ABC അല്ലെങ്കിൽ ആ കാറ്റഗറി കഴിയുമ്പോൾ നേരെ കോമ്പാക്ട് SUV-യിലേക്ക് പോകണേ. അപ്പോൾ ഹാച്ച് ബാക്ക് വേണമെന്നുണ്ട്, അതൊരു ഹോട്ട് ഹാച്ച് ബാക്ക് ആയി കൊള്ളാം, അല്ലെങ്കിൽ ഒരു നല്ല ഹാച്ച് ബാക്ക് വേണമെന്നുണ്ട്. അങ്ങനെയുള്ളൊരു വണ്ടി ആയിട്ട് നമുക്കൊരു ആൾട്രോസിനെ കാണാം. അതാണ് ഈ വീഡിയോയുടെ രത്ന ചുരുക്കം. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ വീണ്ടും വരാം. അതിലേക്ക് നന്ദി, നമസ്കാരം.